എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഒരു സിനിമാറ്റിക് വീഡിയോ ക്ലിപ്പ് അത് ഏറ്റവും മനോഹരമാവുന്നത് അതിലെ വിഷ്വൽസ് നന്നാവുമ്പോൾ മാത്രമല്ല, അതിലെ ഓഡിയോ ഡിസൈനിങ്, അതിൻ്റെ ആസ്പെക്ട് റേഷ്യോ, അങ്ങനെ പല ഘടകങ്ങളും അത് ഒന്നിനൊന്ന് മെച്ചമാകുമ്പോഴാണ് നമുക്ക് ആ വിഷ്വൽ എക്സ്പീരിയൻസ് ഫീൽ ചെയ്യുന്നത്. അതിൻ്റെ സൗണ്ട് ഡിസൈനിങ് അതിൻ്റെ അകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. എന്നാൽ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ആസ്പെക്ട് റേഷ്യോ എന്ന് പറയുന്ന നമ്മുടെ വീഡിയോ ക്ലിപ്പിൻ്റെ വീതി നീളം റേഷ്യോ ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ കാണുന്ന ഈ വീഡിയോയുടെ ആസ്പെക്ട് റേഷ്യോ എന്ന് പറയുന്നത് 16:9 ആണ്. അതായത് 16:9 ആണ് നമ്മളിപ്പോൾ കാണുന്ന വിഷ്വൽ ഈ വിഷ്വലിൻ്റെ ആസ്പെക്ട് റേഷ്യോ. എന്നാൽ ഇപ്പോൾ വരുന്ന ഫോണുകളുടെയും അതുപോലെ തന്നെ HD TVകളുടെയും ആസ്പെക്ട് റേഷ്യോ എന്ന് പറയുന്നത് 18:9 ആണ്. നമ്മൾ പോസ്റ്റ് പ്രൊഡക്ഷൻ സമയത്ത് നമ്മൾ വീഡിയോ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് പലരും ടോപ്പിലും താഴെയും ക്രോപ്പ് ബാറുകൾ വെച്ച് പലപ്പോഴും നമ്മൾ 18:9 കൺവേർട്ട് ചെയ്യാറുണ്ട്. എന്നാൽ അത് നമുക്ക് സീക്വൻസ് എഡിറ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ നമുക്ക് 18:9 കൺവേർട്ട് ചെയ്യാവുന്നതാണ്. അതിന് ഈ 18:9 എന്ന റേഷ്യോയിലേക്ക് കൺവേർട്ട് ചെയ്ത് നമ്മൾ വീഡിയോ ചെയ്യുകയാണെങ്കിൽ നമുക്ക് TV കാണുമ്പോഴും അതുപോലെ തന്നെ നമ്മുടെ സ്മാർട്ട് ഫോണിൽ കാണുമ്പോഴും മുഴുവൻ സ്ക്രീനും ഉപയോഗിച്ച് നമുക്ക് ആ വീഡിയോ കാണാൻ സാധിക്കും. അതുപോലെ തന്നെ നമ്മൾ ഉപയോഗിക്കുന്ന വേറൊരു റേഷ്യോ ആണ് 2.35:1 എന്നുള്ള റേഷ്യോ. അത് നമുക്ക് ഇപ്പം കാണുന്ന പോലെ തന്നെ മുകളിലും താഴെയും ബ്ലാക്ക് സ്ക്രീൻ വരുന്ന രീതിക്ക് ഒരു സിനിമാറ്റിക് ഫീലിലേക്ക്, വൈഡായിട്ടുള്ള റേഷ്യോയിലുള്ള ഒരു സിനിമാറ്റിക് ഫീലിലേക്ക് നമുക്ക് ഈ വീഡിയോനെ കൺവേർട്ട് ചെയ്യാൻ പറ്റും. വൈഡ് ക്യാമറ ലെൻസുകളൊക്കെ ഉപയോഗിക്കുന്ന സമയങ്ങളിൽ നമുക്ക് ഒരുപാട് ഉപകാരപ്പെടുന്ന ഒരു റേഷ്യോ ആണ് 2.35:1 എന്നുള്ള റേഷ്യോ. അതുപോലെ തന്നെ നമുക്ക് പല റേഷ്യോകളും പഴയ സിനിമകളുടെ റേഷ്യോസ് എല്ലാം അവൈലബിൾ ആണ്. പിന്നെ 9:6 ഉണ്ട്, അതുപോലെ 4:5 ഉണ്ട്. നമ്മുടെ ഓൾഡ് ക്യാമറകളിലൊക്കെ 4:5 റേഷ്യോയിലാണ് ഓൾഡ് ക്യാമറ. അതുപോലെ തന്നെ പഴയ സിനിമ പ്രൊജക്ടേഴ്സിൻ്റെ എല്ലാം ആസ്പെക്ട് റേഷ്യോ എന്ന് പറയുന്നത് 4:5 റേഷ്യോയിലായിരിക്കും നമുക്ക് പ്രൊജക്ഷൻസ് കിട്ടുന്നത്. അതുപോലെ ടിക്ടോക്ക് വീഡിയോകളും അതുപോലെ തന്നെ നമ്മുടെ ഫുൾ സ്ക്രീനിലുള്ള സ്റ്റാറ്റസ് ബാറുകളിലൊക്കെ ഉപയോഗിക്കുന്ന വീഡിയോസൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് 16:9 എന്ന റേഷ്യോൻ്റെ നേരെ ഓപ്പോസിറ്റാണ് 9:16. അപ്പോൾ നമ്മൾ വീഡിയോ ചെയ്യുന്ന സമയങ്ങളിൽ മാക്സിമം നമ്മുടെ ക്യാമറ തിരിച്ച് പിടിച്ച് വീഡിയോ ചെയ്ത് നമുക്ക് ആ നമ്മുടെ ക്യാമറയിലുള്ള ഫുൾ പിക്സൽസും യൂട്ടിലൈസ് ചെയ്ത് നമുക്ക് 9:16 റേഷ്യോ അച്ചീവ് ചെയ്യുന്നതാണ് നല്ലത്. അതേ 16:9 വീഡിയോ എടുത്ത് അതിനെ ക്രോപ്പ് ചെയ്ത് 9:16 ആക്കുന്നതിലും നല്ലത് നമ്മൾ വീഡിയോ ചെയ്യുന്ന ഫോൺ അല്ലെങ്കിൽ ക്യാമറ അത് തിരിച്ച് പിടിക്കുന്നതായിരിക്കും ഏറ്റവും ഉചിതം. അതുപോലെ തന്നെ 4:5 എന്നുള്ള റേഷ്യോയിലായിരിക്കും നമുക്ക് ഇൻസ്റ്റഗ്രാം പോസ്റ്റുകളും കാര്യങ്ങളും ഒക്കെ കൂടുതലുമല്ല 4:5 റേഷ്യോയിലാണ് ഇൻസ്റ്റഗ്രാം പോസ്റ്റുകളും കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പം വീഡിയോ എഡിറ്റ് ചെയ്യുന്ന പോസ്റ്റ് പ്രൊഡക്ഷൻ ടൈമിൽ നമുക്കിത് ചേഞ്ച് ചെയ്ത് ഉപയോഗിക്കാൻ പറ്റും. ഏറ്റവും അവൈലബിൾ ആയിട്ടുള്ള ഏറ്റവും മികച്ചതായ വീഡിയോ എഡിറ്റിംഗ് സോഫ്റ്റ്വെയർസായ ഫൈനൽ കട്ട് പ്രോ, പ്രീമിയർ പ്രോ, അതുപോലെ തന്നെ ഫിലിമോറ, അങ്ങനെയുള്ള സോഫ്റ്റ്വെയർസിലെല്ലാം നമുക്ക് ഈ സീക്വൻസിൽ തന്നെ ആസ്പെക്ട് റേഷ്യോ അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് വീഡിയോസ് എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് അവർ തന്നെ തരുന്നുണ്ട്. നമുക്കത് യൂട്ടിലൈസ് ചെയ്ത് മാക്സിമം നമ്മുടെ വിഷ്വൽസിനെ എല്ലാ ഡിവൈസിലും കൃത്യമായിട്ട് യൂസ് ചെയ്യാവുന്ന രീതിയിൽ നമുക്ക് വീഡിയോ എഡിറ്റ് ചെയ്യാനുള്ള അവസരങ്ങളുണ്ട്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് 4K ആണെങ്കിൽ എത്രയാണ്, അതുപോലെ തന്നെ 1080p ആണെങ്കിൽ എത്ര ആസ്പെക്ട് റേഷ്യോ വെച്ചാണ് ചെയ്യേണ്ടതെന്നുള്ള വിഷ്വൽ കാര്യങ്ങൾ ഞാൻ കൊടുക്കുന്നുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ആൾക്കാർ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ ഇങ്ങനെയുള്ള വീഡിയോസ് വേണമെന്നുണ്ടെങ്കിൽ എന്നോട് പറയുക. അപ്പോൾ എല്ലാവർക്കും നന്ദി.